ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഹബ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാഗസിൻസും എന്തെങ്കിലും ബുക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ കളിക്കുടുക്കകളാണ്, കുട്ടികളെ തന്നെ ബുക്കുകളാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. സൈഡ് ക്ലിയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി സൈഡ് ക്ലിയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് എടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് സ്റ്റിക്കർ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചിത്രം നമ്മൾ ബാക്ക് സൈഡിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റിക്കർ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതേപോലത്തെ ട്രാൻസ്പെറൻറ്റ് സെല്ലോടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സ്കെയിൽ വെച്ചിട്ട് നല്ലപോലെ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബബിൾസൊക്കെ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു സ്റ്റിക്കറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇഷ്ടം പോലെ ചിത്രം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വേർഡ്സൊക്കെ റൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റൈറ്റ് ചെയ്തൊരു സ്റ്റിക്കർ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും.